ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രസത്തിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മിക്സിയുടെ പൊടിക്കണ ജാർ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി തൊലി കളയാതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമൊന്നുമില്ല. ഈ കടായിലാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളംപുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ നല്ലോണം പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി കറിവേപ്പില, 1/4 ടീസ്പൂണ് കായം പൊടിച്ചത് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയത്തിലേക്ക് ഇടാം. ഏറ്റവും സിമ്പിളായ ഒരു ഒഴിച്ചു കറിയാണ് രസം. ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് പതുക്കെ വറ്റിയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേറെ പണികൾക്കൊക്കെ പോവാം. ഇപ്പോൾ രസം തിളച്ചിട്ട് കുറച്ചൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റ് തന്നെയാണ്. ഏകദേശം 30 മിനിറ്റോളം ഇപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു തവി ഉപയോഗിച്ച് അതിലത്തെ മസാലകളൊക്കെ നന്നായി പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 വറ്റൽമുളക് ഇതിലേക്ക് നടുക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ രസം ഇവിടെ റെഡിയായി. നമ്മുടെ സദ്യകളിലൊന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ് രസം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ എല്ലാവരും രസത്തിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒഴിച്ചു കറിയായിട്ടും വെറുതെ നമുക്ക് കുടിക്കാനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്